കർത്താവിൽ പ്രിയരെ, ഇന്ന് വലിയ നോമ്പിൽ 6-ാം ദിനം. ദൈവം പരാജിതരെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ ധ്യാനം. ഗോഡ് പ്രിഫേഴ്സ് ലൂസേഴ്സ്. ലോകത്തിൻ്റെ വീക്ഷണത്തിന് തികച്ചും വിരുദ്ധമായൊരു ചിന്തയാണിത്. ലോകം എപ്പോഴും ബലമുള്ളവരെയും ശക്തരെയും മാത്രം ആഘോഷിക്കുന്നതാണ്. എന്നാൽ പരാജിതരിലൂടെയും ദുർബലരിലൂടെയും തൻ്റെ ശക്തി പ്രകടമാക്കുന്നതിൽ ദൈവത്തിന് അവൻ്റേതായ കരവിരുതുണ്ട്. കാഴ്ചയിൽ വെറും നിസ്സാരമെന്ന് തോന്നുന്ന 5 അപ്പവും 2 മീനും ക്രിസ്തുകരങ്ങളിൽ വാഴ്ത്തപ്പെട്ടപ്പോൾ അനേകായിരങ്ങളെ പോറ്റുന്ന സമൃദ്ധിയുടെ വിഭവമായി അത് മാറുന്നു. ചരിത്രത്തിലൂടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതമാണിത്. വേദപുസ്തകത്തിലുടനീളം അപൂർണരായ നായകരെക്കുറിച്ചുള്ള കഥകളുണ്ട്. കാഴ്ചയിൽ ദുർബലരെന്നും മോശപ്പെട്ടവരെന്നും തോന്നുന്ന ചിലർ ദൈവകരങ്ങളാൽ ആശീർവദിക്കപ്പെടുമ്പോൾ അവരിലൂടെ അസാധ്യ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മഹാപ്രളയത്തെ അതിജീവിക്കാൻ സൃഷ്ടിജാലങ്ങൾക്ക് രക്ഷയുടെ പേടകമൊരുക്കാൻ ദൈവം ഉപയോഗിച്ചത് നോഹ എന്ന മദ്യപാനിയെയാണ്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച് വാഗ്ദത്ത നാട്ടിലെത്തിക്കാൻ നിമിത്തമായത് വിക്കനും കൊലപാതകിയുമായ മോശയാണ്. ഫെലിസ്ത്യരെ ആകമാനം കൊന്നൊടുക്കി ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കാൻ ഉപകരണമാക്കിയത് അന്ധനും ചങ്ങലയിൽ ബന്ധിതനുമായിരുന്ന ശിംശോനെയാണ്. ഹാമാന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും യഹൂദ ജനത്തെ രക്ഷിച്ചത് എസ്തർ എന്ന പെൺകുട്ടിയിലൂടെയാണ്. ഇസ്രായേൽ ജനതയെ മുഴുവൻ വെല്ലുവിളിച്ച് ഭയപ്പെടുത്തിയ മല്ലനായ ഗോല്യാത്തിനെ ഉന്മൂലനം ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്തത് ഇടയ ബാലനായ ദാവീദിനെയാണ്. നിനവെ നിവാസികളെ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കണ്ടുവച്ചത് ദൈവദൃഷ്ടിയിൽ നിന്നും ഓടിമറയാൻ ആഗ്രഹിച്ച യോനയെയാണ്. തിരുസഭയെ പടുത്തുയർത്താൻ പോന്ന ഉറപ്പുള്ള പാറയായി ക്രിസ്തു കണ്ടെത്തിയത് 3 വട്ടം തന്നെ തള്ളിപ്പറഞ്ഞ ഭീരുവും എടുത്തുചാട്ടക്കാരനുമായ പത്രോസിനെയാണ്. ശരീരത്തിൽ ബലഹീനതയുടെ മുള്ളുകളുള്ള പൗലോസിനെയാണ് തൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ യേശു കർത്താവ് തിരഞ്ഞെടുത്തത്. ഇങ്ങനെയുള്ള നിസ്സാരരെയും പരാജിതരെയും ദുർബലരെയുമാണ് ക്രിസ്തു ഇപ്പോഴും അന്വേഷിക്കുന്നത്. ലോകം അതിൻ്റെ വീക്ഷണകോണിൽ വിഡ്ഢികളെന്നും ദുർബലരെന്നും മുദ്രകുത്തുന്നവരാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രാധാന്യമർഹിക്കുന്നവർ. അവരാണ് ദൈവത്തിൻ്റെ ഭവനത്തെ മനോഹരമാക്കുന്നത്. 5000 ജനത്തെ സംതൃപ്തരാക്കാൻ ക്രിസ്തു തിരഞ്ഞെടുത്തത് 5000 അല്ല, വെറും 5 അപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിൽ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ മഹത്വം പ്രകാശിപ്പിക്കപ്പെടുവാൻ കേവലം ദുർബലയായ എന്നെയും ഉപകരണമാക്കണമേ എന്ന്. ഒലിവർ ഗോൾഡ്സ്മിത്ത് ഇപ്രകാരം പറഞ്ഞു: ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, വീഴുമ്പോഴെല്ലാം എഴുന്നേൽക്കുന്നതിലാണ് നമ്മുടെ മഹത്തായ മഹത്വം. എല്ലാവർക്കും അനുഗ്രഹകരമായൊരു ദിവസം ആശംസിക്കുന്നു. സ്വന്തം ഈപ്പനച്ചൻ.